നമുക്ക് ചെയ്യാം. 5x പ്ലസ് 9 ഈക്വൽ ടു 5 പ്ലസ് 3x. ഒന്നെടുത്ത് എഴുതാം. 5x പ്ലസ് 9 ഈക്വൽ ടു 5 പ്ലസ് 3x. അപ്പോൾ ഇതാണ് വേരിയബിളിൻ്റെ പാർട്ട്. ഈ വേരിയബിളിൻ്റെ പാർട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, നമ്പർ പാർട്ടിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 5xനടുത്തേക്ക് പ്ലസ് 3x ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ പ്ലസ് 3x ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് 3x ആവും. മൈനസ് 3x ഈക്വൽ ടു 5 പ്ലസ് 9 അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അത് മൈനസ് 9 ആയി മാറും. 5xൽ നിന്ന് 3x കുറച്ചാൽ 5 പേന മൈനസ് 3 പേന ഈക്വൽ ടു 2 പേന. 5 പെൻ ഈക്വൽ മൈനസ് 3 പെൻ ഈക്വൽ ടു 2 പെൻ. ആ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ 5x മൈനസ് 3xൽ 2x എന്ന് കിട്ടും. ഈക്വൽ ടു 5 മൈനസ് 9. ഇത് പോസിറ്റീവ് 5ഉം ഇത് മൈനസ് 9ഉമാണ്. ഓപ്പോസിറ്റ് സൈൻസ് ആഡ് ചെയ്യുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. ഇപ്പോൾ വലുത് 9 ആണ്. 9ൽ നിന്ന് 5 കുറക്കുമ്പോൾ 4 ആണ്. വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ്. ഓക്കെ. എക്സ് കാണാൻ ഈ 2നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. മൈനസ് 4. ഈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുകയാണ്, അതിവിടെ ഡിവൈഡഡ് ആവും. 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. പിന്നെ ഈ മൈനസ് അതേപോലെ തന്നെ ഇടും. അപ്പോൾ ഇതാണ് ആൻസർ. ഇനി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എഴുതാം 5x പ്ലസ് 9 ഈക്വൽ ടു 5 പ്ലസ് 3x. ഇതിൽ LHS പാർട്ട് ഇതാണ്. നമുക്ക് ആദ്യം LHS പാർട്ട് മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് 5x പ്ലസ് 9ൽ x ഇട്ട് കൊടുക്കാം. 5 ഇൻറ്റു മൈനസ് 2 പ്ലസ് 9. 5 ഇൻറ്റു മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 10 പ്ലസ് 9. ഓപ്പോസിറ്റ് ചിഹ്നങ്ങൾ ആഡ് ചെയ്യുമ്പോൾ മൈനസും പ്ലസും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 10ൽ നിന്ന് 9 മൈനസ് ചെയ്യും. 10 ആണ് വലുത്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 1 എന്നാണ് കിട്ടുന്നത്. വലിയതിൻ്റെ സൈൻ മൈനസ്. ഓക്കെ. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്തത് LHS മാത്രമായിരുന്നു. ഇനി നമുക്ക് RHS ചെയ്താലും ഇത് തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് ഓക്കെയാണ്. അപ്പം ഞാൻ RHS ചെയ്യാൻ പോവുകയാണ്. RHS 5 പ്ലസ് 3x എന്നാണ്. 5 പ്ലസ് 3x ഈക്വൽ ടു 5 പ്ലസ് 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ മൈനസ് 2 ആണ്. അപ്പോൾ 5 പ്ലസ് 3 ഇൻറ്റു മൈനസ് 2. 3 ഇൻറ്റു 2 6 ആണ്. മൈനസ് വരും. അപ്പോൾ ഓപ്പോസിറ്റ് ചിഹ്നങ്ങൾ ആഡ് ചെയ്യുമ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 6ൽ നിന്ന് 5 കുറക്കുമ്പോൾ 1. വലുത് 6 ആയത് കാരണം അതിൻ്റെ ചിഹ്നം 1 മൈനസ് 1. നോക്കുക, LHS ചെയ്തപ്പോഴും മൈനസ് 1 കിട്ടി, RHS ചെയ്തപ്പോഴും മൈനസ് 1 കിട്ടി. അപ്പോൾ ചെക്ക്ഡ് അല്ലെങ്കിൽ വെരിഫൈഡ് എന്ന് എഴുതി വെക്കാം. രണ്ടാമത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. 4z പ്ലസ് 3 ഈക്വൽ ടു 6 പ്ലസ് 2z. അപ്പോൾ വേരിയബിൾ z ആണ്. അപ്പോൾ z കിടക്കുന്ന ഈ പോർഷനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 3യെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 3 അപ്പുറത്തേക്ക്, 2z ഇപ്പുറത്തേക്ക്. ഇവിടെ 4zനടുത്തേക്ക് പ്ലസ് 2z വരുന്നു. അപ്പോൾ ഇത് മൈനസ് 2z ആകുന്നു. ഈക്വൽ ടു 6നടുത്തേക്ക് പ്ലസ് 3 വരുന്നു, മൈനസ് 3. 4zൽ നിന്ന് 2z കുറച്ചാൽ 2z കിട്ടും. ഒന്നുകൂടി, 4zൽ നിന്ന് 2z കുറച്ചാൽ
4z നിന്ന് 2z കുറച്ചാൽ ബാക്കി 2z ഉണ്ടാവും. ഈക്വൽ ടു 6 നിന്ന് 3 കുറച്ചാൽ 3. ഇസഡിൻ്റെ വാല്യൂ 3. ഈ 2 ഇപ്പുറത്തേക്ക് വരുന്നു. 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുകയാണ്. അതിവിടെ വരുമ്പോൾ ഡിവൈഡഡ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി ഇതെടുത്ത് എഴുതാം. 4z പ്ലസ് 3 ഈക്വൽ ടു 6 പ്ലസ് 2z. നമ്മൾ ആദ്യം LHS പാർട്ട് മാത്രം എടുക്കുന്നു. അതായത് 4z പ്ലസ് 3. ഇസഡിന് നമുക്ക് കിട്ടിയ വാല്യൂ 3/2 ആണ്. 4 ഇൻറ്റു ഇസഡിന് പകരം 3/2 എന്ന് കൊടുക്കുന്നു. പ്ലസ് 3. ഇത് തമ്മിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നു. 2 3s are 6. 6 പ്ലസ് 3 9 എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ RHS പാർട്ട് എടുക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് 6 പ്ലസ് 2z ഈക്വൽ ടു 6 പ്ലസ് 2 ഇൻറ്റു ഇസഡിൻ്റെ വാല്യൂ ഇതാണ്. അത് കൊടുക്കുക 3/2. ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോകുന്നു. 6 പ്ലസ് 3 9 എന്ന് കിട്ടുന്നു. അപ്പോൾ LHS ചെയ്തു വന്നപ്പോഴും നമുക്ക് 9 ആണ്. LHS ചെയ്തു വന്നപ്പോൾ 9 എന്ന് കിട്ടി. RHS ഇവിടെ ഒന്ന് എഴുതാം. LHS ചെയ്തു വന്നപ്പോൾ ഇത് RHS. LHS നമുക്ക് ചെയ്തു വന്നപ്പോൾ 9 എന്ന് കിട്ടി. RHS ചെയ്തു വന്നപ്പോഴും 9 എന്ന് കിട്ടി. LHS ഈക്വൽ ടു RHS. ചെക്ക്ഡ്. ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് എടുത്ത് എഴുതാം. 2x മൈനസ് 1 ഈക്വൽ ടു 14 മൈനസ് എക്സ്. അപ്പോൾ വേരിയബിളിൻ്റെ പാർട്ട് ഇത് ഇപ്പുറത്ത് കിടപ്പുണ്ട്. അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഈ നമ്പർ പാർട്ടിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 2x ഈ -1 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. -x ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. -x ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് +x ആവും. ഈക്വൽ ടു 14ൻ്റെ അടുത്തേക്ക് ഈ -1 വരുമ്പോൾ +1 ആവും. 2xും 1xും കൂടി ഇത് 1x എന്നാണ് നമ്മൾ വായിക്കും. ഇവിടെ ഇല്ലെങ്കിലും അങ്ങനെയാണ് വായിക്കേണ്ടത്. 2x പ്ലസ് 1x ഈക്വൽ ടു 3x ഈക്വൽ ടു 15. x ഈക്വൽ ടു 3 ഇപ്പുറത്തേക്ക് വരുന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്ന 3 അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ആകുന്നു. അപ്പോൾ 3 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ 15/3. അതിൻ്റെ ആൻസർ 5 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ. ഇനി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. ചെക്ക് ചെയ്യാനായിട്ട് നമുക്കത് എഴുതാം. 2x മൈനസ് 1 ഈക്വൽ ടു 14 മൈനസ് എക്സ്. നമുക്ക് ആദ്യം LHS മാത്രം എടുക്കാം. LHS 2x മൈനസ് 1 ആണ്. എക്സിന് നമുക്ക് കിട്ടിയ വാല്യൂ 5 ആണ്. 2 ഇൻറ്റു 5 മൈനസ് 1. 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇനി നമുക്ക് RHS എടുക്കാം. RHSലേക്ക് വരുമ്പോൾ 14 മൈനസ് എക്സ് ആണ്. 14 മൈനസ് എക്സിന് നമുക്ക് കിട്ടിയ വാല്യൂ 5 ആണ്. അത് മൈനസ് ചെയ്ത് കഴിയുമ്പോഴും 9 എന്ന് തന്നെ കിട്ടുന്നു. അപ്പോൾ നമ്മൾ LHS ചെയ്തപ്പോഴും 9 കിട്ടി. RHS ചെയ്തപ്പോഴും 9 കിട്ടി. അപ്പോൾ നമ്മളിവിടെ എഴുതും LHS ഈക്വൽ ടു RHS. അത് വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്തെന്നോ വെരിഫൈ ചെയ്തെന്നോ എന്തെങ്കിലും എഴുതുക. ഓക്കെ.